ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവരിലെ ജെൻസിൻ്റെ അതല്ലെങ്കിൽ മെൻസ് കാറ്റഗറി ബിസിനസ് ചെയ്യുന്ന പല ബിസിനസ്സുകാരും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ ഇത്തരത്തിൽ അപകടത്തിൽ പെട്ട് പോവാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചില ഉൽപ്പന്നം, പ്രത്യേകിച്ച് ജീൻസ്, നമ്മൾ ജീൻസ് പർച്ചേസ് ചെയ്യും, വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ജീൻസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് നമ്മൾ ആ ഒരു പ്രത്യേക സീസണിലേക്കായിരിക്കും നമ്മൾ ആ കുറഞ്ഞ സമയത്ത് നന്നായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യും. പക്ഷേ പിന്നീട് അതേ സീസൺ വരുമ്പോൾ ഒരു കുട്ടി പോലും നമ്മുടെ ഷോപ്പിൽ കയറുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ആ ഒരു സീസണിൽ ബിസിനസ് ചെയ്ത ഉൽപ്പന്നം ഉപയോഗിച്ച മിക്ക കസ്റ്റമേഴ്സും 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് അതിൻ്റെ ക്വാളിറ്റി അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക. പലപ്പോഴും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ എൻഡ് യൂസറാണ്. അതായത് ആരാണോ ഉപയോഗിക്കുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഉപയോഗിച്ചതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമായിരിക്കും അവർ ഇത്തരം ഒരു കംപ്ലയിൻസുമായിട്ട് നമ്മുടെ മുന്നിൽ വരിക. അപ്പോൾ ആ ഒരു കംപ്ലയിൻസ് എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ ആ സമയത്തെ ലാഭവും ആ സമയത്തെ കുറഞ്ഞ ക്വാളിറ്റിയും ഒന്നും നോക്കാതെ നമ്മൾ പർച്ചേസ് ചെയ്യും. പിന്നീട് ആണ് നമുക്ക് അടുത്തൊരു സീസണിൽ തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയാതെ വരും. നമ്മളെ ബിസിനസ് അടച്ചു പൂട്ടേണ്ട, അല്ലെങ്കിൽ മെല്ലെ മെല്ലെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ട്രെൻഡ് ഔട്ട് ആവുന്നതിലൊക്കെ ഉപരി നമ്മളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ട്രെൻഡുള്ള ഉൽപ്പന്നം കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ബിസിനസ് ചെയ്താലും ഒരാളും നമ്മളിൽ നിന്ന് നമ്മളെ ഉൽപ്പന്നം വാങ്ങില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ക്വാളിറ്റിയോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾ കസ്റ്റമറോട് നിങ്ങൾക്ക് പറയാം, ഞാൻ വിൽക്കുന്ന ഉൽപ്പന്നം ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് വില അല്പം കൂടും എന്ന് തന്നെ പറഞ്ഞാലും ക്വാളിറ്റിയോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നിങ്ങളെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്.